ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആടുകളിൽ ഉണ്ടാകുന്ന അകിട് വീക്കത്തെയും അകിട് നീരിനെയും എങ്ങനെ തിരിച്ചറിയാം, അതിനുള്ള വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മടിനീരും അകിട് വീക്കവും എന്നത് രണ്ടും രണ്ടാണ്. മടിനീര് വന്നാൽ നമുക്ക് വേഗം അത് മാറ്റിയെടുക്കാൻ കഴിയും. എന്നാൽ അകിട് വീക്കം വരികയും അത് വേറെ കളറിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ അത് പിന്നെ ഡോക്ടറിൻ്റെ ചികിത്സ നമ്മൾ തേടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും രണ്ടാണ്. മടിനീരും അകിട് വീക്കവും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അകിട് വീക്കം എന്ന് പറയുന്നത് കറവയുള്ള ഏത് മൃഗങ്ങളിലും എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാവുന്ന കാര്യമാണ് അകിട് വീക്കം എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് മടിനീരെന്ന് പറയുന്നത് പ്രസവത്തോട് അടുത്ത് നിൽക്കുന്ന ആടുകളിൽ, അതായത് പ്രസവിക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അങ്ങനെയുള്ള ആടുകളിലും പ്രസവത്തിന് ശേഷം ഉടനെ ഉണ്ടാവുന്നതുമാണ് മടിനീരെന്ന് പറയുന്നത്. അന്നേരം നമ്മൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ആടിനെ വളർത്തുന്നവരാണെങ്കിൽ നമുക്കറിയാം ഒരാടിന് ഇത്ര പാലുണ്ട്, എത്രത്തോളം പാലുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ മുൻകരുതലുകൾ എടുത്തിരിക്കണം. തുടക്കത്തിൽ തന്നെ ആണെങ്കിൽ അകിട് നീരിങ്ങനെ വരികയാണെങ്കിൽ അതിലേക്ക് നല്ല തണുത്ത വെള്ളം, അതായത് കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് കോരുന്ന വെള്ളം അകിടിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തണുത്ത വെള്ളം, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളമോ ഐസ് കട്ടയോ ഒന്നും വെക്കാൻ പാടില്ല. ഐസ് കട്ടയൊക്കെ വെച്ചാൽ വീണ്ടും അകിട് വീക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കിണറ്റിൽ നിന്നൊക്കെ വരുന്ന നല്ല പച്ചവെള്ളം ഇടയ്ക്കിടയ്ക്ക് അകിടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ടിപ്പുകളൊക്കെ ഉണ്ട്, പച്ചമരുന്നുകളൊക്കെ. ഉദാഹരണത്തിന് ആര്യവേപ്പിൻ്റെ ഇല, പച്ചമഞ്ഞൾ, ഇതൊക്കെ അരച്ച് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കോവലിൻ്റെ ഇല തൈരിൽ ചാലിച്ച് അരച്ച് അകിടിൽ തേച്ച് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇതിപ്പോൾ ആടുകളിൽ തുടക്കമായാണ് ഉണ്ടാകുന്നതിൽ എങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്, ഇതൊക്കെ തേച്ച് കൊടുക്കുക. എന്നാൽ ഇത് മൂർച്ഛിക്കുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതും ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കേണ്ടതുമാണ്. നല്ല അകിട് വീക്കം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ടാബ്ലറ്റുകൾ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ മേലിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള പച്ചമരുന്നുകളും തേച്ച് കൊടുക്കുകയും നല്ല പച്ചവെള്ളം അകിടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് വളരെ നല്ലതാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഈ ചെനയാടുകളിൽ, പ്രസവിക്കാറായി നിൽക്കുന്ന ആടുകളിൽ ഈ അകിട് വീക്കം, മടിനീര് ഉണ്ടാകും എന്നുള്ള കാര്യം. അന്നേരം ചെനയാടുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ ആ പാല് കറന്ന് കളയുക. ചിലരുണ്ട് ആ പാല് കറന്ന് കളയില്ല, കാരണം പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പാൽ കൊടുക്കണ്ടേ, കറന്ന് കളഞ്ഞാൽ അത് പോവില്ലേ എന്നൊക്കെ. പക്ഷേ നമുക്ക് ആടിൻ്റെ ആരോഗ്യസ്ഥിതി നിലനിർത്തണമെങ്കിൽ ആ പാല് പിഴിഞ്ഞ് കളയുക തന്നെ വേണം. പിഴിഞ്ഞ് കളയുമ്പം വലിയ തോതിലൊന്നും വരികയില്ല, പക്ഷെ എന്നാലും പറ്റുന്നിടത്തോളം പച്ചവെള്ളം ഒഴിക്കുകയും അത് കൂടെ പിഴിഞ്ഞ് കളയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അത് ഇൻഫെക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി പ്രസവശേഷമാണ് ഈ മടിനീര് വരുന്നതെങ്കിൽ കുട്ടികൾ കുടിച്ചോളും, കുഴപ്പമില്ല എന്ന് കരുതി ഇരിക്കാൻ പാടില്ല. കുട്ടികൾ കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കറക്കുകയും കറന്ന പാല് കുട്ടികൾക്ക് കൊടുക്കുന്നതിലും കുഴപ്പമില്ല, എന്നാലും കറന്നുകൊണ്ട് ഇരിക്കണം. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പാലുണ്ടാവാൻ വേണ്ടി ചില ആഹാരങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന് കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, ഇങ്ങനെയുള്ള ആഹാരങ്ങളും മടിനീരുള്ള ആടുകൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം പാലുൽപാദനശേഷി വീണ്ടും വർദ്ധിക്കുകയും മടിനീര് അകിട് വീക്കത്തിലേക്ക് പോവുകയും ചെയ്യുക. അപ്പം കഴിവതും പച്ച ഇലകളും പച്ചവെള്ളവും മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു ടിപ്പാണ് മഗ്നീഷ്യം സൾഫേറ്റ് വിനാഗിരിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ആടിൻ്റെ അകിടിൽ ഒഴിച്ചു കൊടുക്കുക. അതും വളരെ നല്ലൊരു മാർഗമാണ്. അതുപോലെ തന്നെ അരച്ച് തേക്കാൻ പറ്റിയതാണ് ഈ ചങ്ങലമ്പരണ്ട, ആര്യവേപ്പ്, പച്ചമഞ്ഞൾ, കറ്റാർവാഴയുടെ പോള, ഇതെല്ലാം കൂടി അരച്ചതിന് ശേഷം മുറിവെണ്ണയിൽ മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുക. മുറിവെണ്ണയ്ക്ക് പകരം ഇതെല്ലാം കൂടി അരച്ചതിന് ശേഷം നല്ല തൈരിൽ ചേർത്ത് തേച്ച് കൊടുക്കാവുന്നതുമാണ്. അന്നേരം ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് മടിനീരിൻ്റെ തുടക്കമാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ ഈ മടിനീര് വലുതായി കൂടുകയും പാല് കെട്ടി നിന്ന് അകിടിൽ നീര് വർദ്ധിക്കുകയും ചെയ്ത് അകിട് വീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുകയും ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്.
അപ്പം പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ ബൈ.